എങ്ങോട്ട് പോകുമെന്നാ താൻ പറയുന്നേ? എങ്ങോട്ടും പോവില്ല. ഇവിടെ എൻ്റെ കൂടെ കഴിയും താൻ. സീതാരയെ തനിക്ക് അറിയില്ല. എൻ്റെ കയ്യിൽ താലി കെട്ടുമ്പോൾ എനിക്ക് സമ്മതമാണെന്ന് ചോദിച്ചോ താൻ? ഇല്ലല്ലോ. എന്നോടുള്ള പ്രേമമൂത്ത് കെട്ടിയതെന്നല്ലല്ലോ, വാശിക്ക് കെട്ടിയതല്ലേ. നമ്മൾ തമ്മിൽ എന്താ ബന്ധമെന്ന് ആരും അറിയരുതെന്ന് താനല്ലേ പറഞ്ഞത്? അപ്പോൾ ഇന്നലെ എനിക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റൂ? അതിനാണ് ഈ മുഖം വീർപ്പിച്ച് നടക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ ഞാൻ കോളേജിലേക്ക് താലിയും സിന്ദൂരം ഇട്ട് പോകും. ആരാ ഭർത്താവെന്ന് ചോദിച്ചാൽ താനാണെന്ന് പറയുകയും ചെയ്യും. സിത്തു പറയുമ്പോൾ അവളെ നോക്കി ദേഷ്യത്തിൽ നിന്നു അപ്പു. അല്ലെങ്കിൽ എനിക്കറിയാടി നീ നന്നാവൊന്നും പോയില്ലെന്ന്. നിന്റെ വാശിയും ദേഷ്യവും ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ കാണും. അതൊന്നും സഹിക്കാൻ എനിക്ക് മനസ്സില്ല. നിന്നെ ഇനിയൊരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ കാണില്ല. അവൻ അവളുടെ നേർക്ക് വന്ന് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു അവൻ. എന്നാൽ അവൻ പറയുന്നത് കേട്ട് ഉള്ളിൽ നീറി പുകഞ്ഞ് പുറത്ത് ദേഷ്യത്തോടെ നിന്നു സിത്തു. താൻ എന്നെ ഫ്രണ്ടായിട്ടോ ഭാര്യയായിട്ടോ കാണണ്ട. പക്ഷേ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ തന്നെ എൻ്റെ ഭർത്താവായി കാണാൻ തുടങ്ങുക. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുക. എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭാര്യ അവൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങി നിൽക്കുവാൻ ഞാൻ. മറ്റാർക്കും ഇനി തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. തന്നെ വിട്ട് ഞാൻ എങ്ങും പോകത്തുമില്ല. അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ച് അവളോട് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സിത്തു പറയുമ്പോൾ അവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന ബോധം അവൾക്ക് പോലും ഇല്ലായിരുന്നു. മാളവിക എന്നല്ല, ആര് വന്നാലും ഇനി അവനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ഇന്നലെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സിത്തു. എന്നാൽ അത് ഇത്രയും പെട്ടെന്ന് അവനോട് പറയുമെന്നൊന്നും അവളും കരുതിയില്ല. അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുന്ന അപ്പു ഇതെല്ലാം അവൾ പറയുന്നത് അവളുടെ വാശിയിലാണെന്നാണ് കരുതിയത്. വിടടി, നിന്നെ ഈ ജന്മം എൻ്റെ ഭാര്യയായി കാണില്ല ഞാൻ. മാത്രമല്ല നിന്റെ മുന്നിലൂടെ മറ്റൊരു പെണ്ണിനെ പ്രേമിച്ച് നടക്കുകയും ചെയ്യും. നീ കണ്ടോ? അവൻ അവളുടെ കൈ തട്ടി എറിഞ്ഞ് അവളെ നോക്കാതെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ അവനെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന സിത്തുവിനെ അവൻ കണ്ടതേയില്ല. പുറം കൈയാൽ കണ്ണും മുഖം തുടച്ചവൾ അവളുടെ മുറിയിലേക്ക് നടന്ന് ഡോർ അടച്ച് കട്ടിലേക്ക് ചുരുണ്ടു. കണ്ണുകൾ നിറഞ്ഞ് തലയണ നനയുമ്പോഴും അവൻ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. വീണ്ടും വീണ്ടും അവൻ്റെ വാക്കുകൾ ചെവിയിൽ വന്ന് പതിക്കുന്നു. അത് ഹൃദയത്തിൽ തുളഞ്ഞു കയറി കുത്തി നോവിക്കും പോലെ തോന്നി സിത്തുവിന്. അവൾ കണ്ണുകൾ മുറുകെ അടച്ച് ചെവി പൊത്തിപ്പിടിച്ച് അതേ കിടപ്പ് കിടന്നു. കുളിച്ചിറങ്ങി കോളേജിൽ പോകാനായി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നും ഹാളിൽ ആരെയും കാണാതെ സംശയഭാവത്തോടെ അടഞ്ഞു കിടക്കുന്ന സിത്തുവിൻ്റെ റൂമിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ അവളെ വിളിക്കണമെന്ന് മനസ്സ് പറയുമ്പോഴും അവളുടെ വാശിയും ദേഷ്യവും അവൾ പറഞ്ഞതും ഓർക്കെ അവൻ ഗൗരവത്തോടെ പുറത്തേക്ക് നടന്നു. ഹാളിലെ ഡോർ അടയുന്നത് കേട്ടിട്ടും കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റതേ ഇല്ല സിത്തു. കോളേജിലെത്തി ക്ലാസ് തുടങ്ങിയിട്ടും സിത്തുവിനെ കാണാതെ ആയതും എന്തോ അവൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു നോവ് നിറഞ്ഞു. അവൻ അവളിരിക്കുന്ന സീറ്റിലേക്ക് നോക്കിയതും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണെ എന്തോ ഒരു വിങ്ങൽ തോന്നി അവന്. അവൾക്ക് വിളിക്കാനായി ഫോൺ എടുത്തവൻ അത് വേണ്ടെന്ന് വെച്ച് വീണ്ടും ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു. കോളേജ് വിട്ട് അല്പസമയം ലൈബ്രറിയിലും പിന്നെ അവൻ ചെയ്യുന്ന പാർട്ട് ടൈം ജോബും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സമയം 9 ആയിരുന്നു. ഫ്ലാറ്റിലെത്തി അവൻ്റെ കയ്യിലുള്ള കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് വന്നും ഹാളിലൊന്നും ആരെയും കാണാതെ ആയതും അവൻ നേരെ നോക്കിയത് അടഞ്ഞു കിടക്കുന്ന സിത്തുവിൻ്റെ മുറിയിലേക്കാണ്. ഇവളിതിൽ എണീറ്റില്ലേ? അതോ ഞാൻ വരാൻ സമയമായപ്പോൾ വീണ്ടും റൂമിലേക്ക് കയറി വാതിലടച്ചതാവുമോ? അവൻ്റെ സംശയത്തോടെ മുന്നോട്ട് നടന്നു. അവളുടെ ഡോർ മുട്ടാൻ വേണ്ടി കൈ ഉയർത്തി. പിന്നെ വേണ്ടെന്ന് വെച്ച് അവൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറിയതും ബാഗ് ഒരു ഭാഗത്ത് വെച്ച് അവൻ കുളിക്കാനായി ഡ്രസ്സ് എടുക്കാൻ ഷെൽഫ് തുറന്നതും അവൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. അവനൊരു ഞെട്ടലോടെ വീണ്ടും വീണ്ടും ആ ഷെൽഫിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു ഭാഗത്ത് തൻ്റെ ഡ്രസ്സും മറുഭാഗത്ത് സിത്തുവിൻ്റെ ഡ്രസ്സും കാണേ അവനിത് എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു നിന്നു. ബാത്റൂമിൽ നിന്ന് കുളിച്ച് സിത്തു പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അവൻ തിരിഞ്ഞ് സിത്തുവിനെ നോക്കിയതും പെട്ടെന്ന് അവളിൽ നിന്ന് കണ്ണെടുത്ത് മുഖം തിരിച്ചു. അപ്പോൾ കാൽമുട്ടിൻ്റെ മേലെ മാത്രമുള്ളൊരു ടർക്കി മാത്രം എടുത്താണ് അപ്പുവിന് മുന്നിൽ അവൾ നിൽക്കുന്നത്. മുടിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം അവളുടെ വെളുത്ത തോളിലും കഴുത്തിലും ഒരു മുത്തുപോലെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അവളുടെ അങ്ങനെ ഒരു നിൽപ്പ് കാണും തോറും അപ്പുവിൻ്റെ ശരീരം വല്ലാതെ വിയർത്തു പോകുന്നു. ഒരു തവണ കൂടെ അവളെ ഒന്ന് നോക്കാൻ കൊതിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്തി അപ്പു നിൽക്കുമ്പോൾ അവൾ അവനെ ഒന്ന് പുഞ്ചിരിയോടെ നോക്കി. അവൻ അവിടെ ഉള്ളതായി പോലും ഭാവിക്കാതെ മുന്നോട്ട് നടന്നവൾ അവളുടെ ഒരു പലാസ പാൻറ്റും ടീഷർട്ടും എടുത്ത് അവനെ നോക്കി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ, എനിക്ക് ഡ്രസ്സ് മാറണം. അവൾ പറയുമ്പോൾ അവളെ നോക്കാതെ നിന്നവൻ വീണ്ടും അവളെ ഒന്ന് നോക്കി. അവളുടെ നിൽപ്പ് കാണി വേഗം മുഖം തിരിച്ചു. അപ്പു, ഇതെൻ്റെ റൂമല്ലേ, നീ എന്തിനാ ഇവിടെ വന്നേ? അവൻ അവളെ നോക്കാതെ ദേഷ്യത്തോട് ചോദിച്ചു. ഇനി ഇത് നിൻ്റെ എൻ്റെ എന്നൊന്നുമില്ല, ഇത് നമ്മുടെ റൂമാണ്. നമ്മൾ ഭാര്യയും ഭർത്താവുമല്ലേ, അപ്പോൾ നമുക്കൊരു റൂം മതി. ഒരു ഉറപ്പോട് സിത്തു പറഞ്ഞു. അയ്യടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നിൻ്റെ കൂടെ എൻ്റെ പട്ടി കഴിയും. നീ റൂം എടുത്തോ, ഞാനിനി മുതൽ മറ്റേ റൂം യൂസ് ചെയ്തോളാം. അവൻ പറഞ്ഞ് മുന്നോട്ട് നടന്നു. അവനെ നോക്കിയൊരു ചിരിയോടെ അവൾ വാതിലടച്ച് ഡ്രസ്സ് മാറാൻ തുടങ്ങി. എന്നാൽ ദേഷ്യത്തോടെ വന്നവൻ അടുത്ത റൂം തുറക്കാൻ നിന്നതും അത് ലോക്കാണെന്ന് കാണേ അവൻ തലയിലൊന്ന് അടിച്ചു നിന്നതും. എന്തേ ഡോർ തുറക്കാൻ കിട്ടിയില്ലേ മിസ്റ്റർ ആര്യൻ? അവൾ ചോദിച്ചതും അവളെ ദേഷ്യത്തോടെ നോക്കി നിന്ന് അവൻ. കുളിച്ചു വാ, കഴിക്കാം. അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ് സിത്തു അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്ന് ചിന്തിച്ച് റൂമിലേക്ക് നടന്നു. അപ്പോൾ കുളിച്ചൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അടുക്കള ഒതുക്കി വെക്കുമ്പോഴും പരസ്പരം രണ്ടുപേരും ഒന്നും മിണ്ടിയതേയില്ല. അപ്പുവിൻ്റെ ജോലി കഴിഞ്ഞതും സിത്തുവിനെ നോക്കി അപ്പു. ആ നിമിഷം അവളും അവളുടെ ജോലികൾ കഴിഞ്ഞ് അവനെ നോക്കി. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നതും പെട്ടെന്ന് അപ്പു റൂമിലേക്ക് ഓടിയതും അവൻ്റെ പിന്നാലെ സിത്തുവും ഓടി.
അപ്പോൾ റൂമിലേക്ക് കയറി വാതിലടച്ചു. പെട്ടെന്ന് പുറത്തുനിന്ന് ആ എന്ന് ഉറക്കെ സിത്തു കരയുന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ വേഗം റൂം തുറന്ന് പുറത്തേക്ക് നോക്കിയെന്ന് കണ്ടു നിലത്ത് വീണ് കിടക്കുന്ന സിത്തുവിനെ. അവൻ വേഗം അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും അവനെ ഒന്ന് മിഴിയുയർത്തി നോക്കിയവൾ അവനെ തള്ളി മാറ്റി പെട്ടെന്ന് റൂമിലേക്ക് കയറി അവൻ്റെ കട്ടിലേക്ക് കിടന്നു. എടി, നീ വീണതുപോലെ അഭിനയിച്ചതാണല്ലേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അതേലോ, എന്തേ? ഞാൻ ഇനി മുതൽ തൻ്റെ കൂടെയാണ് കിടക്കുന്നത്. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. തല മാത്രം ഉയർത്തി അവനെ നോക്കി സിത്തു പറയുമ്പോൾ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൻ സോഫയിലേക്ക് നോക്കി. അതെ, സോഫയിൽ കിടക്കാമെന്നൊന്നും കരുതണ്ട. താൻ എവിടെ കിടക്കുന്നു അവിടെ വന്ന് കിടക്കും ഞാൻ. അതിപ്പോൾ സോഫയിലാണെങ്കിൽ അങ്ങനെ, അടുക്കളയിലാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഡോക്ടർ സാർ മര്യാദയ്ക്ക് വന്ന് കട്ടിൽ കിടക്കാൻ നോക്ക്. സിത്തു ഒരു കളിയാക്കി ചിരിയോട് പറഞ്ഞു. നിൻ്റെ കൂടെ കട്ടിൽ കിടന്നെന്ന് വെച്ച് എൻ്റെ ചരിത്രം അങ്ങ് പോകത്തൊന്നും ഇല്ലടി. എനിക്ക് നല്ല കൺട്രോളാ. അപ്പോൾ റൂമിലേക്ക് കയറി വന്ന് പറഞ്ഞു. ആണോ? കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് തെളിയിച്ച് കാണിക്കും മിസ്റ്റർ. വിശ്വാമിത്രൻ വരെ ഒരു പെണ്ണിൻ്റെ മുന്നിൽ വീണിട്ടുണ്ട്, പിന്നല്ലേ താൻ? അവൻ്റെ മുഖഭാവം കണ്ട് സിത്തു ഉള്ളിലെ ചിരി ഒതുക്കി അവനെ നോക്കി പറഞ്ഞതും അവളെ തറപ്പിച്ച് നോക്കി അവൻ കട്ടിലേക്ക് കിടന്ന് തിരിഞ്ഞു കിടന്നതും. അവളൊരു ദീർഘശ്വാസം എടുത്ത് അവൻ എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു. അവൻ്റെ കൂടെ ഒരു കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി അവൾക്ക്. എങ്കിലും ആ മനസ്സിൽ തനിക്കൊരു സ്ഥാനവുമില്ലെന്ന് ഓർക്കും തോറും അവളുടെ ഉള്ളമൊന്ന് തേങ്ങിപ്പോയി. അപ്പോഴും അവൻ രാവിലെ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും അവളിൽ വാശിയായിരുന്നു. അവനെന്നെ ഇഷ്ടമാണെന്ന് അവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന വാശി. രാത്രി കുളിച്ച് മുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടിയത് അഴിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിക്കോതി ഒതുക്കുമ്പോഴാണ് കട്ടിൽ താൻ നേരത്തെ വെച്ച പാക്കറ്റ് അവളുടെ കണ്ണിൽ ഉടക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം ഞാൻ എടുത്തതാണല്ലോ, പിന്നെ എന്താ തറവാട്ടമ്മ കൊടുത്തു വിട്ടത് എന്നൊരു സംശയം ഉള്ളിൽ നിറഞ്ഞതും അവൾ ആ പാക്കറ്റ് കയ്യിലെടുത്ത് കട്ടിലായിരുന്നു. ആ കവറിൽ നിന്നൊരു ബോക്സ് എടുത്ത് അവൾ മെല്ലെ തുറന്നു നോക്കി. ആ ബോക്സ് തുറന്ന് നല്ല ഭംഗിയുള്ളൊരു സാരി കാണേ. അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ആ പുഞ്ചിരിയോടെ തന്നെ അവൾ ആ സാരിയിൽ മെല്ലെയും തലോടി. മനസ്സിലെന്തോ വല്ലാത്തൊരു സന്തോഷം നിറയും പോലെ. അവൾ വേഗം ഫോൺ എടുത്ത് തറവാട്ടമ്മ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. 2-3 റിങ്ങുകൾക്ക് ശേഷം തറവാട്ടമ്മ ഫോൺ എടുത്തു. മോളെ, അമ്മേ. സ്നേഹത്തോടുള്ള വിളി കേൾക്കിയ സീത അവരെ അത്രമേൽ സ്നേഹത്തോടെ വിളിച്ചു. എന്തൊക്കെയുണ്ട് കുട്ടി വിശേഷങ്ങൾ? സ്കൂളൊക്കെ ഇഷ്ടമായോ? പുതിയ സ്ഥലവും ആളുകളൊക്കെയാ, സൂക്ഷിക്കണം. അവർ പറയുന്ന കേൾക്കെ പുഞ്ചിരിയുടെ കട്ടിൽ നിന്നെറ്റു. നല്ല ആളുകളാ അമ്മേ, പേടിക്കണ്ട. പിന്നെ സ്കൂളും കുട്ടികളും ഒക്കെ എനിക്കിഷ്ടമായി. അവൾ പറയുമ്പോൾ അവരിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആ സമയം ഉള്ളിൽ മുഴുവൻ ആ ഒരുവൻ്റെ മുഖം തെളിഞ്ഞു വരികയായിരുന്നു. ഒന്ന് സംസാരിക്കാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ അത്രമേൽ കൊതിച്ചു പോകുന്നുണ്ടോ താൻ? അവൾ സ്വയം ചോദിച്ചു പോയി. ഇന്ദ്രൻ എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ട്, എങ്കിലും ഞങ്ങൾ തമ്മിൽ വിളിക്കാറില്ല എന്ന് അമ്മ അറിഞ്ഞാലോ എന്നൊരു ചിന്തയിൽ അവൾ നിന്ന് പരിങ്ങി. അജയൻ എത്തിയില്ലേ അമ്മേ? അവൾ ചോദിക്കുമ്പോൾ തറവാട്ടമ്മയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അജയനോ? അവനെവിടെ പോയി? തറവാട്ടമ്മ ചോദിച്ചതും സീതയും ഞെട്ടി. അല്ല, അപ്പച്ചിയെ കാണാനെന്നും പറഞ്ഞ് അജയൻ വന്നിരുന്നു, സീത പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ സീത ഈ പറയുന്നേ? അപ്പച്ചിയോ? ഏതപ്പച്ചി? അങ്ങനെ ആരെങ്കിലും ആ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? അജയനെയും കൂട്ടി ഇന്ദ്രൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അതിരാവിലെ എങ്ങോട്ടോ പോയതാണല്ലോ. തറവാട്ടമ്മ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അവൾ നേരെ നോക്കിയത് കട്ടിലായിരിക്കുന്ന സാരിയിലേക്കാണ്. അപ്പോൾ അമ്മയല്ലേ? സീത പറഞ്ഞു തുടങ്ങും മുന്നേ അവളുടെ കാതിൽ പതിഞ്ഞത് മുറ്റത്തേക്ക് വരുന്ന പോലെയുള്ള ബുള്ളറ്റിൻ ശബ്ദമാണ്. അവൾ കണ്ണുകളൊന്നും മുറുകെ അടിച്ച് തുറന്ന് അവളുടെ ഉള്ളിലെ സംശയങ്ങൾ കൂടിക്കൂടി വന്നു. നീ ഇത് എവിടെയാ പോയത് ഇന്ദ്ര? രാവിലെ അങ്ങ് ഇറങ്ങിപ്പോയതല്ലേ നീ? ഇന്ദ്രനോട് തറവാട്ടമ്മ പറയുന്നത് കേൾക്കെ സീതയും അവൻ്റെ വരവൊന്ന് മനസ്സിൽ കണ്ടു. കള്ളു കുടിച്ചുള്ള വരവായിരിക്കും. അവൾ തന്നെ അവളോടായി പറഞ്ഞു. അമ്മ എന്തേലും കഴിക്കാൻ എടുത്തേ, നല്ല വിശപ്പ്. അമ്മ ചോദിച്ച ചോദ്യം പാടെ അവഗണിച്ച് ഇന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടും കുടിച്ചിട്ടൊന്നും ഇല്ലേ? തറവാട്ടമ്മ ചോദിക്കുന്നത് കേൾക്കെ സീതയിലും ഒന്ന് തെളിഞ്ഞു. കുടിച്ചിട്ടൊന്നുമില്ല എൻ്റെ അമ്മേ. എൻ്റെ ഭാര്യ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുടിക്കരുതെന്ന്. അതുകൊണ്ട് ഇന്ദ്രൻ കുടി നിർത്തി, അല്ലെങ്കിൽ അവൾ പിണങ്ങും. അമ്മയുടെ താടിയിൽ പിടിച്ചൊരു കുസൃതിയുടെ ഇന്ദ്രൻ പറയുമ്പോൾ ഫോൺ ചെവിയിൽ വെച്ചിരുന്ന സീത വാ പൊളിച്ച് നിന്നുപോയി. അമ്പട കള്ളാ, അവൾ അറിയാതെ പതിയെ പറഞ്ഞു പോയി. ഓഹോ, ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ട് പൊന്നുമോൻ കേട്ടില്ല. ഭാര്യ പറഞ്ഞപ്പോൾ കുടിക്കാതെ വന്നൂലേ? ഇതാ പറയുന്നത് പെണ്ണ് കെട്ടിയ കാല് കെട്ടിയെന്നും. അമ്മ പറയുമ്പോൾ സീതയിലും ഇന്ദ്രനിലും ഒരുപോലെ ചിരി വിടർന്നു. നാ ഈ ഫോൺ പിടിക്ക്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ഫോണിൽ നിൻ്റെ ഭാര്യ തന്നെയാ പോയി സംസാരിക്കുക. ഇന്ദ്രൻ്റെ കയ്യിൽ ഫോണും കൊടുത്ത് തറവാട്ടമ്മ പറയുമ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ ഒരു ചമ്മലോടെ ഫോണിലേക്ക് നോക്കി. അതിൽ സീത എന്നെഴുതിയ കോൾ കാണേ. അവൻ ആ ഫോൺ കൊണ്ട് നെറ്റിയിലൊന്ന് അടിച്ചുപോയി. പിന്നെ ഒരു ദീർഘശ്വാസം എടുത്ത ഫോൺ ചെവിയിൽ വെച്ച് തൊണ്ടയെന്ന് ശരിയാക്കി അത്രയും ഗൗരവത്തോടെ ഹലോ അവൻ പറയുന്നത് കേൾക്കി. അത്രയും നേരം അവനോട് മിണ്ടാൻ കൊതിച്ചവളിൽ പെട്ടെന്നൊരു പരവേശം നിറഞ്ഞു. തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരാത്തതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് തൻ്റെ കവളിൽ അമർത്തി മുത്തിയവൻ ആണ് മനസ്സ് നിറയെ. സുഖമാണോ? അവൾ ചോദിക്കുന്നത് കേട്ടതും അവന് ദേഷ്യമാണ് വന്നത്. അല്ലെങ്കിൽ കൊച്ചമ്മ വന്ന് തരുമോ? ഇട്ടേച്ച് പോയിട്ട് അവളുടെ കോപ്പിലെ ചോദ്യം അവൻ പെറുപിറുത്തു. ഇന്ന് ഏതാ ദിവസം ഓർമ്മയുണ്ടോ? ആ തിങ്കളല്ലേ, അതിനെന്താ? ഗൗരവത്തോടെ യാതൊരു കൂസലുമില്ലാതെ അവൻ്റെ ആ ചോദ്യം കേൾക്കി അവളുടെ ചുണ്ടിൽ നിന്നും ആ ചിരി മാഞ്ഞു. കാലമാടാൻ സമ്മതിച്ചു തരില്ല. അവൻ കേൾക്കാത്ത വിധം പതിയെ അവൾ പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ അത്രമേൽ മനോഹരമായൊരു കള്ളച്ചിരി തെളിഞ്ഞു. അമ്മ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാം.
സാരി തലപ്പിൽ കൈ തുടച്ച് തൻ്റെ നേർക്ക് നടന്നു വരുന്ന അമ്മയെ കാണാൻ ഇന്ദ്രൻ പറഞ്ഞു. സാരി എനിക്കിഷ്ടമായിട്ടോ. പെട്ടെന്ന് സീത ഒരു ചിരിയോടെ പറഞ്ഞതും ഇന്ദ്രൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. യാത്രാക്ഷീണം കൊണ്ട് വാടി തളർന്നവൻ്റെ മുഖത്ത് വന്ന തെളിച്ചം കാണേ തറവാട്ടമ്മ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവനൊന്നും മിണ്ടാതെ ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ഭക്ഷണം കഴിക്കാനായി നടന്നു. കുറച്ചു നേരം കൂടി സീതയോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത് തറവാട്ടമ്മ ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നും അവൻ കഴിച്ച് എഴുന്നേൽക്കാനായിരുന്നു. ഇന്ദ്ര എഴുന്നേൽക്കല്ലേ, ധൃതിയിലമ്മ പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നും. ഇന്ദ്രൻ അവർ പോയ വഴിയൊന്ന് നോക്കി അവിടെ തന്നെ ഇരുന്നു. തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തൂക്കുപാത്രം ഉണ്ടായിരുന്നു. അത് അവൻ്റെ അടുത്തേക്ക് വെച്ചവർ. ഇതെന്താ? അവൻ തൂക്കുപാത്രത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. നീയല്ലേ രാവിലെ പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന്? അപ്പോൾ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാടും ചെയ്തു. അതിൻ്റെ പ്രസാദമാണ്, ദാ കുടിച്ചോ. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തവർ പറഞ്ഞു. അവൻ ആ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. സീത കൂടെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അവനെ നോക്കിയൊരു നെടുവീർപ്പോടെ അവർ പറയുമ്പോൾ അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിലിരുന്നു അവൻ. പിന്നെ സീത നിന്നോട് കാര്യം പറയാൻ പറഞ്ഞു. തറവാട്ടമ്മ പറയുമ്പോൾ ക്ലാസ് ചുണ്ടിൽ നിന്ന് എടുക്കാതെ തന്നെ അവരെ നോക്കി ഇന്ദ്രൻ. അവളുടെ ഡ്രസ്സൊക്കെ വെക്കില്ലേ ആ ഷെൽഫിൽ താഴെ അവളുടെ ഫയലൊക്കെ വെക്കുന്ന ഭാഗത്ത് ആ കൊച്ചിൻ്റെ ഏതോ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്, എടുക്കാൻ മറന്നു പോയതാത്രേ. അതൊന്ന് ഫോട്ടോ എടുത്ത് വിട്ടുകൊടുക്കാൻ. അമ്മ പറയുമ്പോൾ അവരെ നോക്കിയൊരു പുച്ഛഭാവത്തോടെ അവൻ വീണ്ടും പായസം കുടിച്ചുകൊണ്ടിരുന്നു. നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ഇന്ദ്ര? അവൻ്റെ തോളിൽ നോവും വിധമൊന്ന് അടിച്ച് അമ്മ ചോദിച്ചു. എനിക്കെങ്ങും വയ്യ, പോകുമ്പോൾ എല്ലാം കേട്ട് എടുത്തുകൊണ്ടങ്ങ് പോകാമായിരുന്നില്ലേ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. അവൻ പറയുമ്പോൾ അവൾ പോയതിൻ്റെ പരിഭവം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അവൾ മറന്നു പോയതാടാ, നീ ഒന്ന് അയച്ചു കൊടുക്ക്, പാവല്ലേ. അമ്മ അത്രയും സൗമ്യമായി പറഞ്ഞു. അവരെ നോക്കി അകത്തേ കൈ കഴുകാൻ എണീറ്റു അവൻ പോകുന്നു നോക്കി അവരും നെടുവേർപ്പുടെ അടുക്കളയിലേക്ക് നടന്നു. സീതയുടെ ഷെൽഫ് തുറന്ന് ഇന്ദ്രൻ അവളുടെ ഫയലുകൾ വെച്ച ഭാഗം നോക്കി. ഇതിൽ കുറേ ഫയലുണ്ടല്ലോ, ഏതാണോ അവ തമ്പുരാട്ടിക്ക് വേണ്ടത്? ചൂണ്ടുവിരൽ കൊണ്ട് അവൻ നെറ്റിയൊന്നൊഴിഞ്ഞു. അടുത്തുള്ള ഫോൺ എടുത്ത് ഇന്ദ്രൻ സീതയ്ക്ക് വിളിച്ചതും ആ വിളി പ്രതീക്ഷിച്ചതുപോലെ ഒറ്റ റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു. ഹലോ, സീത പതിയെ പറഞ്ഞു. ഇവിടെ കുറേ ഫയലുണ്ടല്ലോ, ഇതിലേതാ ഫോട്ടോ എടുത്താൽ വിടേണ്ടത്? അവൻ ചോദിക്കുമ്പോൾ അവളൊരു ചിരി തെളിഞ്ഞു. അത് അവിടെയല്ല, തൻ്റെ ഷെൽഫിലാ. സീത പറഞ്ഞു. എൻ്റെ ഷെൽഫിലോ? നിന്നോട് ആരാ നിൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ ഷെൽഫിൽ വെക്കാൻ പറഞ്ഞത്? എവിടെയാണ് വെച്ചത്? ദേഷ്യത്തോടെ സീതയുടെ ഷെൽഫ് വലിച്ചടച്ച് ഇന്ദ്രൻ അവൻ്റെ ഷെൽഫ് തുറന്നുകൊണ്ട് ചോദിച്ചു. തൻ്റെ പാൻസ് വെക്കില്ലേ അതിന് താഴെ. സീത കുഞ്ഞൊരു പുഞ്ചിരിയോട് പറയുമ്പോൾ ഇന്ദ്രൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൾ പറഞ്ഞതുപോലെ പാൻസ് വെക്കുന്ന ഭാഗത്തേക്ക് നോക്കി കൈകൊണ്ട് അവിടെ നിന്ന് പരതി. പാൻസിൻ്റെ ഭാഗത്ത് ഫയൽ തപ്പിയവൻ്റെ കയ്യിൽ തടഞ്ഞത് ഒരു കുഞ്ഞു ബോക്സ് ആയിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും രണ്ട് ഭാഗത്ത് ഹൃദയമിടിപ്പോടെ നിൽക്കുമ്പോൾ അവനൊരു വിറയിലൂടെ കുഞ്ഞു ബോക്സ് മെല്ലെ തുറന്നു. നീളത്തിലുള്ള ഒരു ബോക്സിൽ തിളങ്ങിക്കിടക്കുന്ന ഒരു വെള്ളി ബ്രേസ്ലെറ്റ്. അതിൻ്റെ കൂടെ ആ ബോക്സിൽ മടക്കി വെച്ചതുപോലെ പേപ്പർ കഷ്ണം കണ്ടതും അവനതെടുത്ത് മെല്ലെ നിവർത്തി. ഈ ദിവസം തമ്പുരാൻ മറന്നു കാണുമെന്നറിയാം, പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അത് മാത്രമായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അത് വായിച്ച അവൻ്റെ ചുണ്ടിലും അത് എഴുതിയത് ഓർത്ത് അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവളൊന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് കട്ടിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. മനസ്സിൽ ആ മുഖം മാത്രം ചിരിച്ചും ദേഷ്യപ്പെട്ടും ഗൗരവത്തോട്ടും നോക്കിയും താൻ കാണാതെ തന്നെ നോക്കുന്ന നോട്ടവും ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണെടുത്ത് മറ്റങ്ങ് നോക്കുന്ന ആ കള്ളത്തരവും അങ്ങനെയൊക്കെയുള്ള അവൻ്റെ പല ഭാവങ്ങൾ. പെട്ടെന്ന് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം വന്നും അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. ആ നിമിഷം അവൻ ആ ബ്രേസ്ലെറ്റിൻ്റെ കയ്യിലണിഞ്ഞ് കൊണ്ടുള്ള ഒരു പിക്കായിരുന്നു അത്. പരസ്പരം പറയാതെ ഒരു നോട്ടം കൊണ്ട് പോലും പ്രണയം കൈമാറാതെ പരസ്പരം മത്സരിച്ച് പ്രണയിച്ച് രണ്ടുപേർ. എടി സിത്തു, സന്തോഷത്തോടെ ഓടി വരുന്ന സുപ്രിയയെ കണ്ടതും കൂട്ടത്തോടെ ഇരുന്ന് എന്തോ പറഞ്ഞിരിക്കുന്ന എല്ലാവരും സുപ്രിയെ തന്നെ നോക്കി. സിത്തു, നിനക്ക് നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. സുപ്രിയ സിത്തുവിൻ്റെ അടുത്തേക്ക് ഇരുന്ന് പറയുമ്പോൾ സിത്തു അടക്കം എല്ലാവരും അവൾ എന്താണ് പറയാൻ പോകുന്നത് അറിയാൻ അവളെ നോക്കിയിരുന്നു. ആ ആര്യനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. സുപ്രിയ ഒരു ചിരിയോടെ പറഞ്ഞു. പണിയോ? എന്ത് പണി? കണ്ണു വിടർത്തി കൂട്ടത്തിൽ ഒരുപാട് ചോദിക്കുമ്പോൾ സുപ്രിയ ഒന്നുകൂടെ അവരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൻ്റെ ബാഗിൽ വെക്കാൻ കുറച്ച് ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. മുന്നത്തെ പോലെയല്ല, ഇതും കൂടെ കണ്ട അവൻ ഇവിടുന്ന് പറപ്പിക്കും എന്നുറപ്പാ. സ്വകാര്യം പോലെ സുപ്രിയ പറയുമ്പോൾ എല്ലാവരും ഒരു സന്തോഷം നിറഞ്ഞു. നന്നായി, അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് നമ്മളെ അന്ന് സിനിമയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് വിലക്കിയപ്പോഴേ ഞാൻ കരുതിയതാ. അവളുടെ കൂട്ടുകാരിൽ ഒരാൾ പറയുമ്പോൾ സുപ്രിയയും ഒന്ന് തലയാട്ടി. എന്നാൽ ഞാൻ അതിലുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ എല്ലാവരും ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും, അപ്പോൾ നമുക്ക് സെറ്റാക്കാം. സുപ്രിയ പറഞ്ഞ് എഴുന്നേറ്റതും അവളുടെ കയ്യിൽ ഒരു പിടി വീണതും ഒരുമിച്ചായിരുന്നു. സുപ്രിയ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും അവളെ ദേഷ്യത്തോടെ മീയുർത്തി നോക്കുന്നവളെ കാണേ സുപ്രിയ ഒരു സംശയഭാവത്തോടെ അവളെ നോക്കി. സുപ്രിയ, ആര്യൻ ഇപ്പോൾ നീ ഒരു പണിയും കൊടുക്കാൻ നിൽക്കണ്ട. സുപ്രിയയുടെ അടുത്തേക്ക് എഴുന്നേറ്റെന്ന് ഗൗരവത്തോടെ സിത്തു പറയുമ്പോൾ കണ്ണുമിഴിച്ച് നിന്ന് പോയി എല്ലാവരും. നീ എന്തൊക്കെയാണ് പറയുന്നത് സിത്തു? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ സെറ്റ് ചെയ്തെന്ന് അറിയും. നിനക്ക് സന്തോഷമാവട്ടെ എന്ന് കരുതിയാ ഞാൻ ഇത്രയും റിസ്ക് എടുത്തത്. സുപ്രിയ പറയുമ്പോൾ സിത്തു അവളെ നോക്കിയത് പുച്ഛിച്ചു. അപ്പുവിന് പണി കൊടുക്കാൻ ഞാൻ പറഞ്ഞു നിന്നോട്. അവന് പണി കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും എന്ന് ഞാൻ പറഞ്ഞോ? ചൂണ്ടിവിരൽ നെഞ്ചിലേക്ക് വെച്ച് സിത്തു സുപ്രിയോട് ചോദിക്കുമ്പോൾ അവളുടെ മുഖഭാവമായിരുന്നു സുപ്രിയ ശ്രദ്ധിച്ചത്. ദേഷ്യവും ഗൗരവവും എല്ലാം നിറഞ്ഞ ഇങ്ങനെ ഒരു ഭാവം സിത്തുവിൽ ആദ്യമായി കണ്ട ഞെട്ടലായിരുന്നു അവളുടെ കൂട്ടുകാരികളും എല്ലാവരും.
നിനക്കെന്താ സിത്തു, അവനിട്ട് പണി കൊടുത്താൽ നിനക്കെന്താ? അവൻ നമ്മുടെ എല്ലാവരുടെയും ശത്രു അല്ലേ? സിത്തുവിനെ നോക്കി ദിയ ചോദിച്ചു. അതിന് മാത്രം അവൻ നമ്മൾ എന്താ ചെയ്തത് ദിയ, അതും കൂടി പറ. സിത്തു കൈകൾ പിണച്ച് കെട്ടി എല്ലാവരെയും നോക്കി ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ലാതെ നിന്നു പരിങ്ങിയവർ. നിനക്കിത് എന്താ പറ്റിയത് സിത്തു? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സിത്തുവിനെ നോക്കിയൊരു കുട്ടി ചോദിച്ചതിന് അവളെ നോക്കി ഒന്ന് ചിരിച്ചു സിത്തു. എനിക്ക് എന്താ പറ്റിയതെന്നും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്നും നിങ്ങൾ അധികം വൈകാതെ തന്നെ അറിയും. അതിനു മുൻപ് ആരിന് നിങ്ങൾ കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കുന്നത് ഞാനായിരിക്കും. എല്ലാവരെയും ചൂണ്ടി സിത്തു പറഞ്ഞ് അവളുടെ ബാഗും എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് അവൾ പോകുമെന്ന് നോക്കി നിന്നു മറ്റുള്ളവർ. ഇവൾക്കിതെന്ത് പറ്റി? കൂട്ടത്തിലൊരുവൾ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ കൈകൾ ചുരുട്ടി പിടിച്ചു സുപ്രിയ. അവൾക്കും മാളവികയുടെ അസുഖം വന്നെന്നാ തോന്നുന്നേ. അവനോട് ദിവ്യപ്രേമം. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. നമ്മൾ ആരും കാണാതെയുള്ള അവളുടെ നോട്ടം. ആദ്യം ഞാൻ വിചാരിച്ചത് രാഹുലിനെയോ അരുണിനെയോ റോഷനെയൊക്കെ ആവുന്ന. പിന്നല്ലേ അവളുടെ നോട്ടം മുഴുവൻ ആര്യനെയാണെന്ന് മനസ്സിലായത്. അവളുടെ മനസ്സിലിപ്പോൾ അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ ഇപ്പോൾ ഇവിടെ നടത്തിയത്. അവനെ പറയുമ്പോൾ അവളുടെ മുഖം ശ്രദ്ധിച്ച നിങ്ങൾ? അവളുടെ കെട്ടിയവനെ പറയുമ്പോഴല്ലേ അവൾക്ക് പൊള്ളിയത്. അവന് വേണ്ടി നമ്മളെ വരെ ഒറ്റിക്കൊടുക്കുന്നല്ലേ അവളിപ്പോൾ പറഞ്ഞിട്ട് പോയത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേഷ്യത്തോടെ സുപ്രിയ പറഞ്ഞതും നിന്റെ കൂടെ എല്ലാത്തിനും ഞങ്ങളുണ്ട് സുപ്രി. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിത്തു ആരംഭിക്കുന്നു. എന്ത് വന്നാലും അവരെ നമ്മൾ ഒരുമിപ്പിക്കില്ല. സുപ്രിയ എല്ലാവരുടെയും നേർക്ക് കൈനീട്ടി വെച്ചതും എല്ലാവരും കൈകൾക്ക് മേൽ കൈവച്ച് ഒരു സത്യം പറയും പോലെ ചെയ്തു.